ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. മൂന്ന് പ്രാവശ്യം നമുക്ക് പ്രൈസ് 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 ദ ലോർഡ് പറയാം. ഓക്കെ? പ്രൈസ് 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 ദ ലോർഡ്. വൺസ് അഗൈൻ. പ്രൈസ്. സൗണ്ട് പോയോ? നല്ല ശബ്ദത്തിൽ പറഞ്ഞേ. വെരി ഗുഡ്. ഇന്ന് എന്താ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്നാ വിശേഷം? വിശേഷമൊന്നുമില്ലേ? എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. ശലമി വന്നു അല്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സന്തോഷ വാർത്ത കേട്ടല്ലോ ഇല്ലേ? ഇന്ന് അവധിയല്ലേ? അത് ശരി. ഇന്ന് അവധിയായിട്ടെന്ന് എന്താ ചെയ്യാൻ തീരുമാനിച്ചേക്കണം നിങ്ങൾ? കളിയാണ് നമുക്ക് എപ്പോഴും പ്രധാനം. ആണോ? ഒന്നാം സ്ഥാനം നിങ്ങൾ കളിക്കാണോ കൊടുക്കാറ്? പഠനത്തിനും പ്രാർത്ഥനയ്ക്കും. എന്നാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? നമുക്ക് കളി തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം നമുക്കിവിടെ ഒരു കളി തന്നെ ആരംഭിക്കാം. ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ ഐറ്റം എന്താണ്? ഒരു ഗെയിമാണ്. എല്ലാവരും കളിക്കാനായി കാത്തിരിക്കുകയാണല്ലേ? എന്നാൽ നമുക്ക് കളി തുടങ്ങിയാലോ? ഇതിൽ നമുക്ക് കണ്ണുകെട്ടി നടന്നിട്ടുള്ള ഒരു കളിയാണ്. കണ്ണുകെട്ടി നടക്കാനായിട്ട് അത്ര എളുപ്പമുണ്ടോ? ഇല്ല. കാര്യം നിസ്സാരമല്ല അല്ലേ? കണ്ണുകെട്ടി നടന്ന് എന്താ സംഭവിക്കുക? തട്ടി വീഴും. ഇങ്ങനെ കണ്ണുകെട്ടി നടന്ന് തട്ടി വീഴാൻ റെഡിയുള്ള രണ്ടുപേരുവാ. കണ്ണുകെട്ടി നടക്കുമ്പോൾ നമ്മൾ തട്ടി വീഴും അല്ലേ? അതിന് സന്നദ്ധരായിട്ടുള്ള രണ്ടുപേരുവാ. കമ്മോ. ഇവരെ രണ്ടുപേരെ നമ്മൾ കണ്ണുകെട്ടി നടത്താൻ പോവുക. ഒരു തട്ടി വീഴണോ? വേണ്ട അല്ലേ? പാവം പിള്ളേരല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് തട്ടി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? രണ്ട് സഹായികൾ. ആരാ വരുന്ന രണ്ട് സഹായികൾ? ഈ സഹായികൾ തന്നെ ഇവരുടെ കണ്ണ് കെട്ടാൻ പോവുകയാണ്. രണ്ടുപേര് കണ്ണ് കെട്ടി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവരെ സഹായിക്കാനായിട്ട്, തട്ടി വീഴാതെ സഹായിക്കാനായിട്ട് രണ്ടുപേരും ഉണ്ടല്ലേ? ഇനി നിങ്ങളുടെ മുൻപിൽ എപ്പോഴും നടക്കുന്ന വഴികൾ നമ്മൾക്ക് വിശാലമായിരിക്കില്ല അല്ലേ? പല പ്രതിസന്ധികളും നമ്മുടെ വഴികളിൽ നടക്കുന്ന വഴികളിൽ ഉണ്ടാവാം. അങ്ങനെ നമുക്ക് ഒരു 6 പേരെയും കൂടെ ആവശ്യമുണ്ട്. 6 പേര് വരുന്നത്? ഇവിടെ കണ്ണ് കെട്ടിയവരെ സഹായിക്കാനുള്ള 2 സഹായികളുണ്ട്. ഇവർക്ക് മുൻപിൽ പല പ്രതിസന്ധികളുണ്ടല്ലേ? പക്ഷെ കണ്ണ് കെട്ടി നിൽക്കുന്നവർക്ക് അറിയത്തില്ല മുമ്പിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 2 പേര് സഹായിക്കുന്നു. ഇതിൽ ഏറ്റവും ആദ്യം ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ഏറ്റവും ആദ്യം മുമ്പിൽ എത്തുന്നത് ആരാണോ അവരാണ് ഈ ഗെയിമിൽ വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി വീണ്ടും ഒരു പ്രാവശ്യം തിരിച്ചിങ്ങോട്ടേക്ക് വരും. ആരാണ് ഇവിടെ എത്തുന്നത് അവരാണ് വിജയിക്കുന്നത്. അപ്പം ഇവരുടെ വിജയം ആരുടെ കയ്യിലാണ്? റോഷൻ്റെയും ഏഞ്ചലിൻ്റെയും കയ്യിലാണ് ഇവരുടെ 2 പേരുടെയും വിജയം ഇരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കളി തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. ഈ കളിയിൽ ഏറ്റവും ആദ്യം മുൻപിലെത്തിയത് ആരാണ്? റീത്തയാണ് അല്ലേ? റീത്തയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. സ്റ്റീവ് ഒട്ടും പിന്നിലല്ലാതെ തൊട്ട് പുറകിൽ സ്റ്റീവും എത്തി. സ്റ്റീവിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും പോയിരിക്കാം.
കളിയിൽ പങ്കെടുത്തവർ ഒന്ന് അനുഭവം എന്ന് പറയാമോ? എന്താ മോന് സ്റ്റീവൻ, എന്താ അനുഭവപ്പെട്ടത്? തട്ടി വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. തട്ടി വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു. പ്രീത? പേടി തോന്നി. പേടി തോന്നി അല്ലേ? കൂടെ ആളില്ലായിരുന്നോ സഹായിക്കാൻ? എന്നിട്ട് പേടിയായോ? നമ്മളെ തട്ടി വീഴാതെ സഹായിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടായിരുന്നു കൂടെ അല്ലേ? എന്നിട്ടും നമുക്കൊരു പേടിയുണ്ട്. എന്താ കാരണം? കൂടെയുള്ളവർ നമ്മളെ സഹായിക്കുമെന്ന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല അവർക്ക് അല്ലേ? അതാണോ കാരണം? അതല്ലേ നമ്മുടെ വിജയം. നമ്മൾ ഏറ്റവും മുൻപിൽ നമ്മൾ എത്തണമെന്ന് നമ്മുടെ കൂട്ടുകാർ ചിലപ്പം ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഉണ്ടാവുമെന്നറിയത്തില്ല അല്ലേ? അപ്പം നമ്മുടെ വഴികൾ എപ്പോഴും വിശാലമായിരിക്കില്ല. ഇനി ഈ വിശാലമായ വഴികളിലൂടെ നമ്മൾ നടന്നു പോകാൻ പരിശ്രമിക്കുമ്പോഴും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അപകടങ്ങളിൽ പെട്ടെന്ന് വരാം അല്ലേ? അപ്പം നമ്മൾ ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? സഹായി ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും. വെരി ഗുഡ്. സഹായി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഈ ഗെയിമിലൂടെ ലഭിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ കൂട്ടുകാരില്ലേ? എനിക്ക് മോണ്ട് ഇഷ്ടം പോലെ കൂട്ടുകാർ. എന്നാൽ അതിലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കുണ്ട്. ആ ഫ്രണ്ടിനോട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ പറയാറുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്താ, നിങ്ങൾക്കും ആ ഫ്രണ്ടിനെ പരിചയപ്പെടണോ? നിങ്ങൾക്ക് എപ്പോഴും കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. അത് കാണാനായാലോ കുഴപ്പമുണ്ടോ? നമ്മളെപ്പോഴും കഥ കേൾക്കുമല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയ കഥ ഇവിടെ വീഡിയോ ക്ലിപ്പിലൂടെ കാണാം. ഈ കഥയിൽ ഉള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അതിനകത്ത് എന്താണ് നമുക്ക് അതിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം എന്ന് നമ്മൾക്ക് വളരെ ശ്രദ്ധാപൂർവം കണ്ടിരുന്ന് അതിനുശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റെഡി ആയിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ? ജെഫ്രി, ജെഫ്രി, എടാ എഴുന്നേൽക്കാൻ. നേരെ 8 മണിയായി. പോത്ത് പോലെ കിടന്നുറങ്ങാതെ എഴുന്നേൽക്കടാ. ജെഫ്രി, എഴുന്നേൽക്ക്. ജെഫ്രി, നീ എഴുന്നേൽക്കുന്നുണ്ടോ? സമയം 8 മണി. ഓ, ക്ലോക്ക് തെറ്റായിരിക്കും. ജെഫ്രി, നീ എഴുന്നേറ്റോ? ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവനെല്ലാം എടുത്തു കൊടുത്തേക്കണേ. ഓ പിന്നെ, എനിക്ക് നേരത്തെ ഓഫീസിൽ എത്തേണ്ടതാ. നീ വേണേ എടുത്തു കൊടുത്ത്. ഓ, അവനെ ഒരുക്കി അയക്കേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ഓ, നീ അധികം നാക്കിട്ടടിക്കണ്ട. ഓ, എന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നതാ. നിങ്ങൾക്ക് ഓഫീസിൽ ക്ലബ് എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മോർണിംഗ് ഫൈറ്റ് കഴിഞ്ഞു. ഓ ചക്കി, എന്റെ ഒരവസ്ഥ. നേരം വെളുക്കുമ്പോൾ അടി തുടങ്ങും, വൈകുന്നേരം തിരിച്ചു വന്ന് അതിന്റെ ബാലൻസ് എനിക്ക് വേണ്ടിയാ കൂടുതലും. അതുകൊണ്ട് എനിക്ക് ജീവിതം മടുത്തടാ. നീ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ. ടൈം ഈസ് 8:45. 9th സ്കൂൾ ബസ് വരും. ഇന്ന് ബ്രഷ് ചെയ്യണ്ടേ? അത് ഇന്നലെ ചെയ്തതല്ലേ? അപ്പോൾ കുളി ഈ തണുപ്പത്തോ? ആ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ? ടിഫിൻ. Random. Breakfast. Breaking the fast is breakfast, but no
ടൈം. ഓ ഇതെല്ലാം ഞാൻ തന്നെ തിന്നു തീർക്കണം. എന്നെ ഇപ്പൊ വണ്ടി ഇടിച്ചേനെ. എന്നെ ആരാ പുറകിലേക്ക് വലിച്ചിട്ടത്? കഥ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കഥയായിരുന്നു അല്ലേ? ആരൊക്കെയാണ് കഥയിലെ കഥാപാത്രങ്ങൾ? ജെഫ്രി കുട്ടൻ ഉണ്ടായിരുന്നു, ചക്കിപ്പൂച്ചയുണ്ട്. ഇനി ഈ കഥാപാത്രങ്ങൾ എല്ലാവരും നമ്മൾ കണ്ടു അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ജെഫ്രി കുട്ടനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? എന്തൊക്കെയായിരുന്നു ജെഫ്രി കുട്ടൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ? പപ്പയും മമ്മിയുള്ള വഴക്ക്. പപ്പയും മമ്മിയും തമ്മിൽ ഉള്ള വഴക്ക് ജെഫ്രി കുട്ടൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? രണ്ടാമത്തെ പ്രശ്നം എന്താ? മടി. ജെഫ്രി കുട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മടി. എന്തിനൊക്കെയുള്ള മടിയാ? എന്തിനൊക്കെ അവന് മടി ഉണ്ടായിരുന്നത്? പല്ല് തേക്കാൻ, രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാ അല്ലേ? ജെഫ്രി കുട്ടൻ എപ്പോഴാണ് എഴുന്നേറ്റത്? 8 മണി. സ്കൂളിൽ എപ്പോഴാണ് പോകണ്ടേ? 9 മണിക്ക് സ്കൂൾ ബസ് വരും അല്ലേ? 8 മണിയായിട്ടോ അവൻ എഴുന്നേറ്റോ? ഇല്ല, 8 മണിയായി കാണും. ചിലപ്പോൾ ക്ലോക്ക് തെറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഒന്നും കൂടി കിടന്നുറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അല്ലേ? രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ്, കുളിക്കാൻ മടിയാണ്, പല്ല് തേക്കാൻ മടിയാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവന് മടി? ഒരു കാര്യത്തിനും കൂടെ മടിയുണ്ടായിരുന്നു. ഒരു കാര്യമല്ല, കുറേ കാര്യങ്ങൾക്ക് അവന് മടിയുണ്ട്. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായതുകൊണ്ടാണല്ലോ ലേറ്റായിട്ട് എഴുന്നേറ്റത് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് എന്താ പറഞ്ഞത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് എന്താ പറഞ്ഞത്? വെരി ഗുഡ്. അവന് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ മടി പിടിപ്പിക്കുന്ന ഒരാളും കൂടെ അവന് കൂട്ടുകാരനായിട്ടുണ്ടായിരുന്നു. അതാരാ? ചക്കിപ്പൂച്ച. ഈ ചക്കിപ്പൂച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. ചക്കിപ്പൂച്ച അവനെ നല്ല കുട്ടിയാക്കുവാണോ ചെയ്തത്? അല്ല. അവനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്തൊക്കെ അവനെ എന്ത് ചെയ്തു? ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? ഈ തണുപ്പത്ത് എന്തിനാ കുളിക്കണേ? പല്ല് തേച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പെർഫ്യൂം ഒക്കെ അടിച്ച് സ്കൂളിലേക്ക് യാത്രയാക്കാൻ ആരാ കൂടെ ഉണ്ടായിരുന്നേ? ചക്കിപ്പൂച്ചയാണ് അവനെ കൂടെ ഉണ്ടായിരുന്നത്. പപ്പായും മമ്മിയും ഒക്കെ ഒരു പക്ഷേ അവനെ ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇങ്ങനെ? നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ നന്നായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ പഠന കാര്യങ്ങളിലൊക്കെ രാവിലെ അവരെല്ലാ കാര്യങ്ങളും നന്നായി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലേ? എന്നാലും പഠിക്കാനൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാറില്ലേ? വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷമാണോ എപ്പോഴും? അസ്വസ്ഥതകൾ ഉണ്ടാവാറില്ലേ? ഒരു പക്ഷേ പപ്പ മദ്യപാനിയായിട്ടുള്ള പപ്പ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കാൻ അല്ലേ? ഉണ്ടാവാറുണ്ടോ? മമ്മി എപ്പോഴും ജോലിക്ക് പോകുന്ന ആളാണെങ്കിലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ആൾ സമയത്ത് വീട്ടിലില്ലെങ്കിലോ അതും നമുക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരാ ഉണ്ടാവുക നമ്മുടെ കൂടെ? കാവൽ മാലാഖമാര് നമ്മുടെ കൂടെ എപ്പോഴും കൂട്ടിനുണ്ടെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? എങ്ങനെയാണ് കാവൽ മാലാഖ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ജെഫ്രി കുട്ടൻ്റെ കഥയിൽ കാവൽ മാലാഖയാണ് ജെഫ്രി കുട്ടനെ കാവൽ മാലാഖ വണ്ടി ഇടിക്കാതെ രക്ഷപ്പെടുത്തി. ജെഫ്രി കുട്ടനെ കാവൽ മാലാഖ വണ്ടി ഇടിക്കാതെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധയില്ലാതെയുള്ള ജീവിതം, അവൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ അവന് ആ ഓട്ടത്തിനിടയിൽ അവനും ബ്രേക്ക് കിട്ടിയില്ല, സ്കൂൾ ബസ്സിനും ബ്രേക്ക് കിട്ടിയില്ല അല്ലേ? അവൻ വണ്ടി ഇടിച്ച് മരിക്കാൻ പോകുന്ന ആ സമയത്ത് ആരാ അവനെ കൈപിടിച്ച് രക്ഷിക്കുന്നത്? കാവൽ മാലാഖ. ഈ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്താ അതിന് തെളിവ്? ആപത്തുകളിൽ നമ്മളെ രക്ഷിക്കുന്നു. ഓക്കെ, അതൊക്കെ നമ്മുടെ അനുഭവങ്ങൾ അല്ലേ? എന്നാൽ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവുണ്ടാവുമോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? മാലാഖമാരെ കുറിച്ച് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളെ കുറിച്ച്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? ഈശോ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈശോ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ ഇടയിൽ നിന്നൊരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിയിട്ട്
ഈശോ പറഞ്ഞു, ഈശോ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ല പറഞ്ഞത്. ഈശോ എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ ശിശുവിനെ പോലെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ശിശുവിനെ പോലെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവരെന്താ ചോദിച്ചത്? സ്വർഗരാജ്യത്തിലെ വലിയവനാരാണ്? ആരാണ്? ഈശോയുടെ ഉത്തരം, ഈശോ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തോ? ഇല്ല. പക്ഷേ അടുത്ത നിമിഷത്തിൽ ഈശോ പറഞ്ഞു, ഈ ശിശുവിനെ തന്നെ നോക്കി എന്തായിരിക്കും പറഞ്ഞത്? ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഈ എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ. ഈ ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാവുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഈശോ ഒരു ശിശുവിനെയാണ് അവർക്ക് ഉത്തരമായിട്ട് നിർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. വീണ്ടും ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ശിശു ആരാ? ഈശോ അല്ലേ. അപ്പോൾ ഈശോയെ നിങ്ങളുടെ അടുത്തേക്ക് വിടട്ടെ. അപ്പോൾ ഈശോ പോയിരുന്നോ? ഓക്കെ. അപ്പോൾ ഈ ശിശുവാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന് അവർക്ക് ഉത്തരമായിട്ട് ഈശോ പറഞ്ഞു കൊടുത്തു. വീണ്ടും 18-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? നമ്മൾ അതിലേക്കാണ് കടന്നു വരുന്നത്. ആ വചനത്തിലേക്കാണ് നമുക്ക് നമ്മുടെ ഉത്തരം ആ വചനത്തിലാണുള്ളത്. 18-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം പറയാമോ? ഈ ചെറിയവരിൽ ആരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവർ ദൂതന്മാർ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, നമുക്കെല്ലാവർക്കും ആരുണ്ട്? നമുക്കെല്ലാവർക്കും ആരുണ്ട്? ഓരോ കാവൽമാലാഖ ഉണ്ടെന്നാണ് ഈശോ പറയുന്നത് അല്ലേ. എന്താ കാരണം? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, അത് നന്മ പ്രവൃത്തിയായാലും തിന്മ പ്രവൃത്തിയായാലും അതാത് സമയങ്ങളിൽ അത് എവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിൽ. ഈ ദൂതന്മാരുടെ ജോലി എന്താ സ്വർഗത്തിൽ? നമ്മളെക്കുറിച്ചുള്ള ഓരോരുത്തർക്കും ഓരോ കാവൽമാലാഖമാരുണ്ട്. അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കാവൽമാലാഖമാരുടെ ജോലി. നിങ്ങൾ കാവൽമാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ കാവൽമാലാഖമാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം ഈശോ നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ പറഞ്ഞു തരികയായിരുന്നു അല്ലേ. നവവൃന്ദ മാലാഖമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നവവൃന്ദ മാലാഖമാരെന്ന് പറഞ്ഞാൽ അതെത്രയാ? 9. ഇതിൽ 9-ാമത്തെ വൃന്ദത്തിൽ പെടുന്നവരാണ് കാവൽ മാലാഖമാർ. വിശുദ്ധ ബർണാർഡ് പറയുകയാണ്, നീ നിന്റെ കാവൽ മാലാഖയെ ബഹുമാനിക്കുക, കാവൽ മാലാഖയിൽ ശരണപ്പെടുക. എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രലോഭനങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കാവൽ മാലാഖയിലേക്ക് തിരിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കണമെന്ന്. ഈ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള വേറെ ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? ആരാ? പിശാച്. പിശാചിന് എന്താ അത്ര ഉറപ്പ്? കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്താ ഉറപ്പ്? മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് ഈശോയുടെ അടുത്ത് പിശാച് വന്നു അല്ലേ. എന്താ പറഞ്ഞ ഈശോയോട്? ഈശോയ്ക്ക് കുറേ പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രലോഭനം ഏതായിരുന്നു? ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിശാച് ഈശോയോട് എന്താ പറഞ്ഞത്? ഇതിൻ്റെ മുകളിൽ നിന്ന് നീ താഴേക്ക് ചാടിക്കോ. എന്താ കാരണം? കാരണം എന്താ? നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 91:11 അല്ലേ. എത്ര കൃത്യമായിട്ടോ നോക്കിയ പിശാച് വചനം പഠിച്ചു പറയുന്നത് അല്ലേ. നമുക്ക് ഇത്രയും ഉറപ്പുണ്ടോ? കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലേ. കാവൽ മാലാഖമാർ നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നവരാണ്. അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ അപകടങ്ങളിൽ പെടുമ്പോൾ മാത്രമല്ല, നമ്മൾ പഠിക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എന്തെല്ലാം ജോലികൾ ചെയ്താലും അവിടെയെല്ലാം കാവൽ മാലാഖമാർ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നിരിക്കുന്നവരാണ് കാവൽ മാലാഖമാർ. ഓരോ നിമിഷവും നമ്മൾ ഈ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. കാവൽ മാലാഖയെ നീ എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കാവൽ മാലാഖ വരുള്ളൂ അല്ലേ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചാലല്ലേ അവർ കൂട്ടുവിടാൻ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനായ കാവൽ മാലാഖയോട് നമ്മൾ പറയണം, കാവൽ മാലാഖയെ നീ ഞങ്ങളുടെ കൂട്ടുകാരനായി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന്. ഇങ്ങനെയൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം
തിന്മ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോഴും ഈ കാവൽമാലാഖ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, എന്താ പറയുന്നേ? വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോളെ, ഇപ്പം ഇത് നല്ലതല്ല, ഇതല്ല നിൻ്റെ വഴി, ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞിട്ട് ശരിയായ വഴി നമ്മളെ കാണിച്ചു തരുന്നവരാണ് കാവൽമാലാഖമാർ. സങ്കീർത്തനം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ചുറ്റിനും മാലാഖമാർ എപ്പോഴും സംരക്ഷണത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമോ വേദനയോ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരുമ്പോഴൊക്കെയും നമ്മൾ ആരെ വിളിക്കണം? കാവൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കണം. മാലാഖ ഓടി വരും നമ്മുടെ അടുത്ത് നമ്മളെ സഹായിക്കാനും ശക്തിപ്പെടുത്താനുമായിട്ട്. അപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത് ഈ ക്ലാസ്സിലൂടെ? എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്? കാവൽമാലാഖമാർ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, നമ്മളെ വഴി നടത്തുന്നുണ്ട്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ കാവൽമാലാഖമാർ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം സഹായിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ കാവൽമാലാഖമാരെ കുറിച്ചുള്ള ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്? കാവൽമാലാഖയെ സ്നേഹിക്കും. കാവൽമാലാഖയോട് കൂട്ടുകൂടും. എന്ത് അപകടത്തിലും കാവൽമാലാഖമാരെ വിളിക്കും. എന്ത് അപകടത്തിലും കാവൽമാലാഖമാരെ രക്ഷിക്കണേ എന്ന് നമ്മളെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. എന്നെ കാക്കുന്ന എൻ്റെ കാവൽമാലാഖയെ എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, എന്നെ ഭരിച്ചു പാലിക്കണമേ, എന്നെ വഴി നടത്തണമേ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമ്മെ കാക്കുന്ന കാവൽ മാലാഖയോട് ചേർന്ന് പാട്ടുപാടിയും നൃത്തം ചെയ്തും നമുക്ക് നമ്മുടെ ഉണ്ണീശോയെ സന്തോഷിപ്പിച്ചാലോ? ഉണ്ണീശോയെയും കന്യാമേരിയെയും വിശുദ്ധരെയൊക്കെ കാണാനായിട്ട് വല്ലാതെ കൊതിയുണ്ടെന്ന് കേട്ടല്ലോ. സ്വർഗനാട്ടിൽ പോവാണെന്ന് കേട്ടല്ലോ. എല്ലാവരും പോവാണോ? നമുക്ക് എല്ലാവർക്കും പോയാലോ? മാലാഖമാരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ നമുക്ക് പാട്ടുപാടി പോവാം, അല്ലേ? മാലാഖമാരെ കൂട്ടത്തിലേക്ക് വിളിച്ചാലോ? കൂട്ടിന് നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ മാലാഖമാരെ നമുക്കൊന്ന് വിളിക്കാം. റെഡിയാണോ? ഓക്കെ. പാടി തരുന്ന പാട്ട് ഏറ്റുപാടി നമുക്ക് കാവൽ മാലാഖമാരുടെ കൂടെ സ്വർഗനാട്ടിലേക്ക് ആരെയൊക്കെ കാണാൻ പോകുന്നേ? ഉണ്ണീശോയെയും കന്യാമേരിയെയും സകല വിശുദ്ധരെയും കാണാൻ പോവാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. എന്നെ കാക്കും കാവൽ മാലാഖേ. പാടാം. എന്നെ കാക്കും കാവൽ മാലാഖേ, എൻ്റെ കൂടെ വന്നിടുമോ, കൂട്ടുകൂടാൻ പാട്ടുപാടാൻ നൃത്തം ചെയ്യാൻ,
കൊച്ചുമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, നമ്മുടെ ചെറിയ ദുശീലങ്ങളും ചെറിയ തഴക്കദോഷങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടുവാൻ പ്രാർത്ഥനയോടൊപ്പം തപസ്സിൻ്റെതായ ഒരു ജീവിതം, അതായത് ചെറിയ ചെറിയ ത്യജിക്കലുകൾ, സുഖങ്ങളുടെയൊക്കെ വേണ്ടെന്ന് വെക്കലുകൾ നമുക്ക് സഹായകമാകും.